നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുപറ്റി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. യഥാർത്ഥത്തിൽ ആ ചോദ്യം നാം ചോദിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. ഒരു കുഞ്ഞും ജനിച്ചു വീഴുന്നത് ക്രിമിനലുകളായല്ലോ. പക്ഷേ ഏത് ഘട്ടത്തിലാണ് അവരുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ ഉടലെടുക്കുന്നത്? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കൂ. ഒരു തരത്തിൽ നമ്മളും അതിന് കാരണക്കാർ തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയകളിലെ ചില റീൽസുകൾ എടുത്തു നോക്കൂ. എല്ലാ റീൽസും എന്ന് പറയുന്നില്ല, ചില റീൽസിൽ കുഞ്ഞുങ്ങളെ തന്നെ കണ്ടൻറ്റുകളാക്കിയിട്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ കണ്ടൻറ്റുകളല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ, കണ്ടൻറ്റുകളാക്കേണ്ടവരുമല്ല. പക്ഷേ പലപ്പോഴും അച്ഛനെയും അമ്മയെയും ബാഡ് വേർഡ്സ് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്ന 2-3 വയസ്സുള്ള കുട്ടികളുടെ വീഡിയോ അമ്മയോ അച്ഛനോ റെക്കോർഡ് ചെയ്ത് കണ്ടൻറ്റാക്കി റീൽസായി ഉപയോഗിക്കുന്നു. അതിലെ വ്യൂസ് കണ്ട് ആനന്ദിക്കുന്നു. അതേ പ്രായത്തിലുള്ള 2-3 വയസ്സിലുള്ള മറ്റൊരു കുട്ടിയുടെ കയ്യിലെ മൊബൈൽ ഫോണിലൂടെ ആ കുഞ്ഞ് കണ്ടു വളരുന്നതും ഇത് തന്നെയാണ്. തൻ്റെ സമപ്രായത്തിലുള്ള കുട്ടി പറയുന്നതാണ് ശരി എന്ന് ചിന്തിച്ച് അത് കേട്ട് പഠിക്കുകയും ചെയ്യുന്നത് ആ കുട്ടികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടൻ്റ് ആകേണ്ടവരാണോ? ആണെങ്കിൽ തന്നെ അത് നല്ലതായിട്ടാണോ മോശമായിട്ടാണോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരെ അവതരിപ്പിക്കേണ്ടത്? ഇപ്പോൾ അവരുടെ ചെറിയ ചെറിയ ഇത്തരം വാക്കുകളും കളി തമാശകളൊക്കെ കണ്ട് നമ്മൾ ചിരിക്കും. പക്ഷെ വലുതാവുമ്പോൾ നാളെ ചുറ്റികയും കയ്യിലേന്തി നമ്മുടെ തല അടിച്ചു പൊളിക്കാനൊക്കെ മക്കൾ എത്തുമ്പോഴാണ് അന്ന് അവരെ കണ്ടൻറ്റുകളാക്കിയതിൻ്റെ പ്രയാസം ഇന്ന് നമ്മൾക്ക് മനസ്സിലാകുക. കുട്ടികളെ കണ്ടൻ്റ് ആക്കണം. അവരുടെ നല്ല കാര്യങ്ങളെ എടുത്ത് നമുക്ക് കണ്ടൻ്റ് ആക്കാം. അത് കണ്ട് മറ്റു കുട്ടികളും പഠിക്കട്ടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്വഭാവ രൂപീകരണം വേണ്ടത് എന്ന്. കുഞ്ഞുങ്ങൾക്ക് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കേണ്ടവരാണല്ലോ നമ്മൾ. അപ്പോൾ സ്വഭാവ രൂപീകരണത്തിൻ്റെ കാര്യത്തിലും നമുക്ക് നിർണായകമായ പങ്കുണ്ട്. സമഭാവനയെക്കുറിച്ചും സഹജീവിയെക്കുറിച്ചും സഹജീവി സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുമൊക്കെ നമ്മൾ പറയേണ്ട കാലം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മളത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ വീടുകളിൽ വരുന്ന അയൽവക്കക്കാരനെ സഹിഷ്ണുതയോടെ കയറ്റിയിരുത്താനും സഹിഷ്ണുതയോടെ അവർ പറയുന്നത് കേൾക്കാനും സൗഹൃദ സംഭാഷണത്തിലേർപ്പെടാനും നമുക്ക് സാധിക്കണം. അതുപോലെ അയൽ വീടുകളിലേക്ക് കടന്നു ചെല്ലാനും അവിടെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും സഹായം ആവശ്യമെങ്കിൽ ഒരു കൈത്താങ്ങാവാനും നമുക്ക് സാധിക്കണം. അത് കണ്ടുവേണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ. പകരം അടുത്ത വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുവീടുകളിൽ നിന്നോ കുഞ്ഞുങ്ങൾ വരുമ്പോൾ നിൻ്റെ കളിപ്പാട്ടങ്ങൾ എടുത്ത് ഒളിപ്പിച്ചു വെക്ക്, ഇല്ലെങ്കിൽ അത് അവർ പൊട്ടിച്ചു കളയും, വില കൂടിയതാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ ആദ്യം തന്നെ ഇത്തരം ചിന്താഗതികൾ കുത്തിവെക്കുന്നത് നമ്മൾ തന്നെയാണ്. അടുത്തിരിക്കുന്നവന് 1 മാർക്ക് അധികം കിട്ടിക്കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാമെന്നവരോട് ചോദിക്കുന്നതും നമ്മൾ തന്നെയാണ്. ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത, ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത, മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത, ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു നോക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്ര മോശക്കാരൊന്നുമല്ല. നമ്മൾ പറയുന്നത് കേൾക്കാൻ കണ്ണും കാതും കുറിപ്പിച്ച് അവർ ഇരിക്കുന്നുണ്ട്. പറയാൻ നമ്മൾക്ക് സമയമുണ്ടാകണമെന്ന് മാത്രം. കുഞ്ഞുങ്ങൾക്ക് കഥ പറയാനും പാട്ട് പാടിക്കൊടുക്കാനും സമയമില്ലാതെ യൂട്യൂബിലും മറ്റുള്ള വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് കഥ പറയാനും താരാട്ടുപാട്ട് പാടിക്കൊടുക്കാൻ സമയമില്ലാതെ യൂട്യൂബിലെ താരാട്ടുപാട്ട് കേട്ട് കുഞ്ഞു ഉറങ്ങുമ്പോൾ അവർക്ക് തോന്നുന്നത് അവരുടെ ലോകം മൊബൈൽ ഫോണാണെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയ രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് ചുറ്റുമുള്ളവരെ, നിങ്ങളോട് എനിക്കൊരു കാര്യം മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ കേട്ടിരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. അവർക്ക് പറയാനുള്ളത് കേൾക്കാനും അവരോട് എന്തും തുറന്നു പറയാനും സാധിക്കുന്ന നല്ല സുഹൃത്തായി നമ്മൾ മാറുക. അതോടൊപ്പം അവരുടെ വിദ്യാലയങ്ങളിലേക്ക് അച്ഛനും അമ്മയും കടന്നു ചെല്ലുക. പാരൻസ് മീറ്റിങ്ങിൽ അച്ഛനും അമ്മയും ഒരുപോലെ പങ്കെടുത്തുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാനുള്ള സന്തോഷവും അല്ലെങ്കിൽ ആകുലതകളും അധ്യാപകരുമായി പങ്കുവെക്കുക. തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അധ്യാപകർ പറയുന്ന നല്ലതും മോശവുമായ കാര്യങ്ങൾ സഹിഷ്ണുതയോടെ കേൾക്കുക. അതിലെ ശരിതെറ്റുകൾ വേർതിരിച്ചറിയുക, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അധ്യാപകർ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ശത്രുക്കളല്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ശരിതെറ്റുകൾ പറഞ്ഞു കൊടുക്കേണ്ട കടമ അച്ഛനമ്മമാർക്കും അവർക്ക് ചുറ്റുമുള്ള എല്ലാവർക്കുമുണ്ട്. നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത്. സീരിയലിൻ്റെ ലോകത്ത് നമ്മളിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളും കേട്ട് പഠിക്കുന്നത് അതിലെ ഡയലോഗുകളും കാര്യങ്ങളും തന്നെയാണ്. മൊബൈൽ ഫോണിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്നത് കണ്ട് തന്നെയാണ് അവർ വളരുന്നത്. മൊബൈൽ ഫോണിൽ നമ്മൾ കാണുന്ന റീൽസുകളാണ് അവരിലേക്കും സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ശുദ്ധീകരിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മളെ സ്വയം ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നാം ഇന്ന് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ നമ്മൾക്ക് സമയമില്ല എന്ന് കരുതി നമ്മൾ വെച്ചു കൊടുത്ത മൊബൈൽ ഫോണുകളും നമ്മൾ അവർക്ക് നിഷേധിച്ച കളിയിടങ്ങളും ഒക്കെ നാളെ ഒരു ചോദ്യചിഹ്നമായി നമ്മളിലേക്ക് ഉയരുമ്പോൾ ചിലപ്പോൾ ചുറ്റികയും അല്ലെങ്കിൽ ചോര പുരണ്ട കൈയുമായി നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മളുടെ മക്കൾ തന്നെയായിരിക്കും. അന്ന് കണ്ണു നിറച്ച് കരയുന്നതിനു പകരം ഇന്നവരെ ഒരു നിമിഷം കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ. ഒരു ദിവസം അവരോടൊപ്പം കഥകൾ പറഞ്ഞ് നമ്മുടെ മറ്റ് പ്രയാസങ്ങളെ മാറ്റി നിർത്തി അവരോട് കഥകൾ പറഞ്ഞ് അവരോട് ചിരിച്ച് കളിച്ച് അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അവർ മണ്ണിൽ കളിച്ചും മഴ നനഞ്ഞും ചെളി പുരണ്ടുമൊക്കെ ഒന്ന് വളരട്ടെ. നമ്മളും അങ്ങനെയല്ലേ വളർന്നത്. എന്നിട്ട് നമ്മൾക്കൊന്നും പറ്റിയില്ലല്ലോ. കുറച്ച് ഭാരമേറിയ ബാഗും തോളിൽ ഏന്തി
സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ ബാഗിൻ്റെ ഭാരം ഓർത്ത് നമ്മളിന്ന് സങ്കടപ്പെടുകയാണ്. നമ്മൾ എത്ര കിലോമീറ്ററുകൾ നമ്മുടെ ബാഗിൽ പുസ്തകങ്ങൾ ചുമന്ന് നടന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് എന്താണ് സംഭവിച്ചത്? നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഇന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളും അതൊക്കെ അറിഞ്ഞ് വളരട്ടെ. ഈ ഭൂമിയെയും ഈ പ്രകൃതിയെയും ഈ കാറ്റിനെയും ഈ പൂമ്പാറ്റയെയും അവരും കാണട്ടെ. അവർക്ക് ചിരിക്കാനും കളിക്കാനുമുള്ള ഇടങ്ങൾ മൊബൈൽ ഫോണിൽ നിന്നും സോഷ്യൽ മീഡിയയുടെ മായിക വലയത്തിൽ നിന്നും മാറ്റി നമുക്ക് ചുറ്റും റിയൽ ലൈഫിൽ നിന്ന് മാറി റിയൽ ലൈഫിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ തീരുന്നതേയുള്ളൂ ഈ പ്രശ്നം. അതുപോലെ സഹജീവിയുടെ കണ്ണുനീരിന് വിലയുണ്ട് എന്നും ആ കണ്ണ് നിറയുമ്പോൾ നമ്മുടെ കണ്ണും നിറയുമെന്നും അവർക്ക് ബോധ്യപ്പെടണം. അതിന് നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്നേ മതിയാവൂ. അല്ലാതെ ഈ ജനറേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ആ ജനറേഷനെ അങ്ങനെയാക്കിയതിൽ ഒരു പങ്ക് നമുക്കും ഉണ്ട്. അതുകൊണ്ട് നാം ഇന്നത് തിരുത്താൻ തയ്യാറായാൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും.